ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് കടന്നു നിന്നുകൊണ്ട് നടത്തിയ ആ ഒരു തീവ്രവാദാക്രമണം, അതിന്റെ സൂത്രധാരൻ പോലും ഈ ഖമനയി ആയിരുന്നു എന്നുള്ളത് ആലോചിക്കുക. ഇതിൽ പരം ഒരു തോൽവി വേറെ ഇല്ല. അന്ന് തുടങ്ങിയതാണ് മഹ്സാമീനിയുടെ വിഷയം, തുടക്കം വെച്ചു. അതിനുശേഷം ഒക്ടോബർ 7 അതോടുകൂടി പൂർത്തിയായി എന്ന് പറഞ്ഞാൽ മതി. ഇതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തെല്ലാം തീർന്നു നിങ്ങൾ ആലോചിക്കുക. ഹമാസ് തീർന്നു, ഹിസ്ബുള്ള തീർന്നു, ഹൂത്തികൾ തീർന്നു. ഇനി അപ്പുറത്ത് നമ്മളുടെ സിറിയയില് അസദ് അവിടെ നിന്ന് ഓടി ഒളിക്കേണ്ടി വന്നു. ഏതൊരു നാട്ടിലെ കാര്യം നിങ്ങൾ എടുത്ത് നോക്കുക, ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മിഡിൽ ഈസ്റ്റിലെ സമാധാനത്തിനുള്ള വഴി തെളിയുകയാണ് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ഏതായാലും യുദ്ധങ്ങൾ എന്ന് പറയുന്ന സാധനം നമ്മൾ എതിർക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ യുദ്ധം ചില സമയങ്ങളിൽ സമാധാനം കൊണ്ടുവരാനും ജനങ്ങൾ അനുഭവിക്കുന്ന ടിറനി, ആ സംഗതിയിൽ നിന്ന് ആ ജനങ്ങളെ മോചിപ്പിക്കാൻ ചില യുദ്ധങ്ങൾ അനിവാര്യമാകാറുണ്ട്. അങ്ങനെയുള്ള യുദ്ധങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യുദ്ധം. മറ്റൊന്ന് നമ്മൾ കണ്ടു, നമ്മളുടെ വെനിസ്വലൻ പ്രസിഡന്റിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയ കഥ നമ്മൾ കേട്ടതാണ്. അത് യുദ്ധമൊന്നും വിളിക്കാൻ പറ്റില്ല, ഒരു ചെറിയൊരു കിഡ്നാപ്പിംഗ് എന്ന് വിളിച്ചാൽ മതി. എന്തായാലും അത് നമ്മൾ അവിടെ കണ്ടു. ഇത് കൃത്യമായൊരു യുദ്ധമായിട്ട് നടത്തിക്കൊണ്ട് ഒരു ജനതയെ മൊത്തം അവിടെ മോചിപ്പിക്കുന്നതിന് തുല്യമായ ഒരു സംഗതിയാണ് നടക്കുന്നത്. രണ്ടാം ഹിറ്റ്ലറെ തീർക്കുന്ന കാര്യം. അപ്പോൾ ഒന്നാം ഹിറ്റ്ലറെ തീർക്കാൻ വേണ്ടി നടത്തിയ യുദ്ധവും സമാധാനം നിലനിർത്താൻ വേണ്ടി സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ നടത്തിയ ഒരു യുദ്ധമാണെന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇതേപോലെ പല യുദ്ധങ്ങളുണ്ട്. ഇനി ഇതുപോലെ ഉണ്ടാവുമ്പോൾ ഹിറ്റ്ലർക്കെതിരെ അന്ന് അവിടെ US നടപടി എടുക്കുമ്പോഴും അവിടെയുള്ള ഇടതുപക്ഷം ഹിറ്റ്ലറിനെ എന്തിനാണ് US വേട്ടയാടുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ വലിയ പ്രക്ഷോഭമായിരുന്നു. അത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഖമനിയെ എന്തിനു തീർക്കണം എന്നൊക്കെ ചോദിക്കുന്നു. ഇതാണ് ഇടതുപക്ഷം എന്ന് പറയുന്ന പക്ഷം. സത്യത്തിൽ ലോകത്തെ എവിടെ സമാധാനം ഉണ്ടാക്കിയിട്ടില്ല, സമാധാനം നശിപ്പിച്ചിട്ടേ ഉള്ളൂ. എന്നാൽ ഈ പറയുന്ന അമേരിക്കയുടെ പല ഇടപെടലുകളും ലോകത്ത് പല സ്ഥലങ്ങളിലും അവിടെ സമാധാനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ ലോകത്ത് പല മാതൃകകളുണ്ട്. അതിലൊന്നാണ് ഈ പറയുന്ന കാര്യം ഇന്നിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. നാഗാസാക്കി, ഹിരോഷിമ ആ സ്ഫോടനം, നമ്മളുടെ ന്യൂക്ലിയർ ബോംബിംഗ്, അതിന്റെ അവസാനം എന്താണ്? ആ സെക്കൻഡ് വേൾഡ് വാർ നിൽക്കുകയാണ് ചെയ്തത്. സ്വിച്ചിട്ട പോലെ നിൽക്കുന്നു. യുദ്ധം അവിടെ അവസാനിക്കുന്നു, സമാധാനം അവിടെ പുലരുന്നു. അപ്പൊ ചില യുദ്ധങ്ങളും ചില അറ്റാക്സും ഇതുപോലുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ സമാധാനം നിലനിർത്താൻ വേണ്ടി മാത്രമല്ല യുദ്ധങ്ങൾ ചിലപ്പോൾ നടത്തേണ്ടി വരിക, സമാധാനം ഉണ്ടാക്കാനും യുദ്ധം വേണ്ടി വരും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത്. ഇതിവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വശമായിട്ട് മാറുകയാണ്.